ഹലോ ഫ്രണ്ട്സ്, ഞാൻ സുധീന്ദ്രൻ. അപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ജിമ്മിൽ പോകുന്നതിന് മുന്നും അതുപോലെ തന്നെ പോയി കഴിഞ്ഞതിന് ശേഷം ഉള്ളൊരു റിസൾട്ടല്ല, എന്തൊക്കെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് വരും, അല്ലെങ്കിൽ ജിമ്മിൽ പോയതുകൊണ്ട് എന്തൊക്കെ യൂസസ് ഉണ്ട്, നിങ്ങൾ ജിമ്മിൽ പോകണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നതായിരിക്കുന്നു. ജിമ്മിൽ പോകണോ വേണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ എന്തായാലും പൊക്കോളാൻ പറയും. കാരണം ജിമ്മ് നമുക്ക് എപ്പോഴും അടിപൊളി സംഭവങ്ങളാണ്. കുറച്ച് അടിപൊളി സംഭവങ്ങൾ ഞാൻ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ജിമ്മിൽ പോയിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ. അപ്പോൾ അത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത്തേത്, ഞാൻ ജിമ്മിൽ പോയത് എനിക്ക് മസിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കുറേ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ പിന്നെ അതുപോലെ സിനിമാ നടന്മാരൊക്കെ അങ്ങനെ ഭയങ്കര മസിൽ ലുക്കിൽ കാണുമ്പോൾ നല്ല രസമാണല്ലോ. അപ്പോൾ എനിക്കും അതുപോലെ മസിൽ ബിൽഡ് ചെയ്യണമെന്ന് വെച്ചിട്ടാണ് ഞാൻ പോയത് ജിമ്മിൽ. പക്ഷേ മസിൽ ബിൽഡ് ചെയ്യാൻ ജിമ്മിൽ പോയാൽ മാത്രം പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം ഡയറ്റാണ്. ഡയറ്റ് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ഫുഡ് കഴിച്ച് ജിമ്മിലും പോയാൽ ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഡയറ്റൊന്നും അധികം നോക്കാറില്ല, അധികമല്ല, കുറച്ച് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാറുണ്ട് കഴിക്കാണ്ട്. പക്ഷേ ഫുഡായിട്ട് കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ മസിലൊന്നും വന്നിട്ടില്ല. അല്ല, മുമ്പത്തേക്കാൾ ഇത്തിരി കുറച്ച് സൈസൊക്കെ കൂടി, തടിയൊക്കെ കൂടി. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ അപ്പോൾ അതാണ് ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ജിമ്മിൽ പോകുന്നതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് മസിൽ ബിൽഡ് ചെയ്യാനാണ് കുറേ പേരൊക്കെ പോകുന്നത്. പിന്നെ വേറെ കുറച്ച് പേര് പോകുന്നത് മറ്റേ മെൻ്റലി ഒന്ന് ഹെൽത്തി ആവാൻ, പിന്നെ അതേപോലെ തന്നെ ഫിസിക്കലി ഒന്ന് മസിൽ വയ്ക്കേണ്ട, എന്നാലും ഒന്ന് ഹെൽത്തി ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മളവിടെ വെറുതെ ഇരിക്കാവും. അപ്പോൾ കുറേ നേരം ഇരുന്ന് അങ്ങനെ ബോഡി അധികം അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ജിമ്മിലൊക്കെ ആകുമ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് നേരം ട്രെഡ്മില്ലൊക്കെ കയറി ഓടും ചിലപ്പോൾ. അല്ലെങ്കിൽ അങ്ങനെ ജിമ്മിൽ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട്. ഒന്ന് മറ്റേ ചെറിയ എക്സസൈസുകൾ മാത്രം ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഇപ്പോൾ മെഷീൻസൊന്നും, അതായത് വെയിറ്റ് ഒന്നും അടിയില്ല, ജസ്റ്റ് ട്രെഡ്മില്ലിൽ ഓടാൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഈസി ആയിട്ട് മറ്റേ സൈക്കിൾ ഓട്ടുന്ന പോലെ സംഭവമില്ലേ, അങ്ങനത്തെ സംഭവങ്ങൾ മാത്രം ചെയ്യാൻ വരുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ജിമ്മിൽ വരുന്നത് ബോഡി ഒന്ന് ആക്റ്റീവ് ആയിരിക്കണം, ഹെൽത്തി ആയിരിക്കണം. അങ്ങനെ വരുന്നവരുണ്ട്. അങ്ങനെ പോകുന്നവർക്ക് അങ്ങനെ പോകാം. മസിൽ ബിൽഡ് ചെയ്യുന്ന എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമൊന്നുമില്ലല്ലോ, അതിഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ബിൽഡ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ അത് കുറച്ചാളുള്ളിൽ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ നോക്കാം. അപ്പോൾ അതാണ്. അപ്പോൾ ഫസ്റ്റ് സംഭവം നമ്മൾ പറഞ്ഞില്ലേ, മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട്. ജിമ്മിൽ പോയിട്ട് മാത്രം പറ്റില്ല കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡയറ്റാണ്. ഡയറ്റും കൂടി നോക്കിയാൽ പറ്റും. രണ്ടാമത്തേന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. അതായത് നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കണ്ടിന്യൂസ് ടൈമിൽ എന്നാണ്. ഇപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ നിങ്ങൾ ജിമ്മിൽ പോകണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും പോകണം. അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ കുറച്ചാൾ പോയി നിങ്ങൾക്ക് ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങളുടെ ലൈഫിലും കൊണ്ടുവരാൻ പറ്റും. ജിമ്മില്ലാത്ത ദിവസം ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ അന്ന് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഞാൻ പോകാൻ നോക്കാറുണ്ട്. വളരെ റയറായിട്ട് സിറ്റുവേഷൻസിൽ മാത്രമേ ഞാൻ മുടക്കെടുക്കാറുള്ളൂ. അത് ഞാൻ ഇപ്പോൾ ഇവിടെ ഇല്ലാത്ത സ്ഥലത്ത്, അപ്പോൾ ഞാൻ ജസ്റ്റ് വേറെ വലിയമ്മയുടെ വീട്ടിൽ പോകുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ മുടക്കെടുക്കാറുള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞാൻ ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മ് ഇപ്പോൾ 5-6 മാസമായി തോന്നുന്നു ഞാൻ പോയി തുടങ്ങിയിട്ട്. പക്ഷേ ഇതേവരെ ആകെ 2 ദിവസം 3 ദിവസം അങ്ങനെ ഞാൻ മുടക്കെടുത്തുണ്ടാവുള്ളൂ. ജിമ്മ് മിസ്സാക്കാറില്ല. ജിമ്മ് എനിക്ക് മിസ്സാക്കാൻ താല്പര്യമില്ല. അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉള്ളൊരു സംഭവമാണ് ജിമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി ബിൽഡ് ചെയ്യും. അത് ലൈഫിലും കുറച്ച് ഹെൽപ്പ് ചെയ്യും, കുറച്ചല്ല നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മളോട് പറ്റുമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു പവർ വരും. പിന്നെ ഇംപ്രൂവ് ഈറ്റിംഗ് ഹാബിറ്റ്സ്. അതായത് ഇപ്പോൾ ജിമ്മിൽ പോയി ഓട്ടോമാറ്റിക്കലി നമ്മൾ നല്ല ഫുഡ് കഴിക്കാൻ ശ്രമിച്ചു തുടങ്ങും. നല്ല ഫുഡ് മാത്രം കഴിക്കുന്നില്ല, എന്നാലും ഒരുവിധം ജിമ്മിൽ പോയി തുടങ്ങി നമുക്ക് ഷുഗർ കട്ട് ചെയ്താലോ അങ്ങനെ കുറേ ആലോചനകളൊക്കെ വരും. നമ്മൾ പതിയെ ചെയ്ത് തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ നോക്കി കഴിച്ചു തുടങ്ങും. ഫുഡൊക്കെ നോക്കിയിട്ട് ജിമ്മിൽ പോകുന്നതിന് മുമ്പാകുമ്പോൾ നമ്മൾ വെറുതെ വാരി വലിച്ച് കഴിക്കുകയായിരിക്കും. അതായത് പിന്നെ കുറച്ച് കഴിഞ്ഞ് ജിമ്മിലൊക്കെ പോയി തുടങ്ങും നമ്മൾ ഇതിലെത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ടായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. അതായത് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ജിമ്മ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു സംഭവം എനിക്ക് നല്ല രീതിയിൽ തോന്നിയ സംഭവമാണ്. അതായത് ജിമ്മിൽ പോയി തുടങ്ങിയാൽ നല്ല രീതിയിൽ വിശപ്പുണ്ടാവും. അതായത് ഇപ്പോൾ ഞാൻ പണ്ടൊക്കെ ഒരു കഷ്ണം അല്ലെങ്കിൽ അര കഷ്ണമൊക്കെ പുട്ടൊക്കെ കഴിക്കും. പക്ഷേ ജിമ്മിൽ പോയി തുടങ്ങി പിന്നെ ജസ്റ്റ് ഇതായിട്ട് 2 കഷ്ണം പുട്ട് കഴിക്കുക രാവിലെ വന്നാൽ. ജിമ്മിൽ പോയി വന്നാൽ പോണതിന് മുമ്പ് നേരത്തെ പോകാൻ കഴിക്കും. അപ്പോൾ അങ്ങനെ വിശപ്പ് നല്ല രീതിയിൽ കൂടും. അപ്പോൾ നമ്മൾ കുറേ ഫുഡ് കഴിക്കും. അപ്പോൾ ഈസിലി കുറച്ചും കൂടി സൈസ് ആവാൻ സാധ്യത പെട്ടെന്ന് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ 3 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം. അതായത് ജിമ്മിൽ പോയാൽ നിങ്ങൾ പ്രൊഡക്റ്റീവാവും, പോസിറ്റീവാവും. പിന്നെ അതേപോലെ തന്നെ സ്ലീപ്പ് കൂടും.
അതായത് സ്ലീപ്പ് ചിലപ്പോൾ നിങ്ങൾക്ക് രാത്രി കിടന്ന് ഉറക്കം വരാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വൈകിട്ടോ രാവിലെ ജിമ്മിലൊക്കെ പോയി ഒന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് ക്ഷീണം വരുമ്പോൾ പെട്ടെന്ന് ഉറക്കം വരും. ഈസിയാണ് ഉറങ്ങാൻ, നല്ല ക്വാളിറ്റി സ്ലീപ്പ് കിട്ടും. ഇത് വെറുതെ ഞാൻ പഠിച്ച് പറയുന്ന സംഭവങ്ങളൊന്നും അല്ല കേട്ടോ. അതെനിക്ക് തോന്നിയ, ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ടോട്ടൽ. എങ്ങനെ നോക്കിയാലും അടിപൊളിയാണ് ജിമ്മിന് ഒരു മാസം വലിയ ഫീസ് വരില്ല. ഒരു 1000, അത്യാവശ്യം നല്ല ജിമ്മൊക്കെ ആണെങ്കിൽ 1000 രൂപയൊക്കെ, അല്ലെങ്കിൽ ഭയങ്കര ടോപ്പ് ജിമ്മൊക്കെ ആണെങ്കിൽ ഒരു പ്രീമിയം ജിമ്മൊക്കെ ആണെങ്കിൽ ഒരു 2000 രൂപ, അതൊക്കെയാണ്. അപ്പോൾ ആ ഒരു മാസം നിങ്ങൾക്ക് ഈ ഒരു പൈസ സ്പെൻഡ് ചെയ്യുന്നത് എന്തായാലും വേസ്റ്റായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ ജിമ്മിൽ പോകണോ വേണ്ടേ എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ എന്തായാലും പൊക്കോളാം ഞാൻ പറയും. അപ്പോൾ അത്ര ഉണ്ടായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ, ഗുഡ് ബൈ.